ഹലോ എവരിബഡി, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടിപൊളി ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയാലും ഒരു 6-7 പച്ചമുളകും ഒരു 10-17 വെളുത്തുള്ളി ലേശം പെരിഞ്ചീരകം ഇത് മൂന്നും കൂടെ നല്ലോണം ചതച്ചെടുക്കും. അതിലേക്ക് പട്ട, ലവംഗ, ഗ്രാമ്പ്, ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത് മട്ടനിൽ പുരട്ടി ഒന്ന് വരവിയിടും. ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മട്ടനിൽ കൂടെ പുരട്ടാനായിട്ട് ഇടാൻ മറക്കരുത്. പുരട്ടി ഒരു അരമണിക്കൂർ വച്ചതിന് ശേഷം ഇതിന് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ പ്രഷർ പാനിൽ ഈ മട്ടനെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇതൊരു 10 മിനിറ്റ് റോസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. മട്ടണിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാവേ. ഇത് റോസ്റ്റായി വരുന്ന സമയത്ത് ഒരു പാനിൽ നമുക്ക് ഒരു 2 കൈപ്പിടി അളവിൽ കൊച്ചുള്ളി, ഇച്ചിരി വെളിച്ചെണ്ണ, കൊച്ചുള്ളി, സവാള ഒരു 3 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, ഇത്രയും കൂടെ ഒന്ന് ഉപ്പും പെട്ടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാവേ. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ മട്ടണിൽ നിന്ന് വെള്ളമെല്ലാം മാറിയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് അതിലേക്ക് 2 തക്കാളി, ഒരു 4-5 നീളത്തിലുള്ള പച്ചമുളക് ഇത്രയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് 5 മിനിറ്റ് വഴറ്റത്തക്ക രീതിയിൽ വയ്ക്കുക. ഇത് പ്രഷർ വിസിലിട്ട് വേണം പ്രഷർ എടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു കാ ഗ്ലാസ് തൊട്ട് അര ഗ്ലാസ് മട്ടൻ്റെ ഒരു സോഫ്റ്റ്നെസ് അനുസരിച്ച് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതൊരു 3 വിസിലിലേക്ക് പ്രഷർ കുക്ക് ചെയ്യാൻ വയ്ക്കണം. ഇനി പകുതി വഴന്ന ഉള്ളിയിലേക്ക് മല്ലിപ്പൊടി ഒരു 3-4 ടീസ്പൂണ്, മുളക് പൊടി ഒരു 3-4 ടീസ്പൂണ്, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രഷർ കുക്ക് ചെയ്ത മട്ടനും ഒന്ന് റെഡിയാവുമേ. ഇതിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഒരു അര സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ പെരിഞ്ചീരകവും ഇടാൻ മറന്നുപോയി. ഞാൻ അപ്പോഴത്തേക്ക് അത് പിന്നെ ഒന്ന് ഒതുക്കിയിട്ട് ഇതിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുമായിരുന്നു കേട്ടോ. ഇത് നല്ലോണം മൂത്ത് കഴിഞ്ഞതിന് ശേഷം പ്രഷർ വന്നു കഴിഞ്ഞ് ഇത് തുറന്ന് കുക്കർ തുറന്ന് ഈ കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 വിസിൽ 3 വിസിൽ കൂടെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഇത് ഇച്ചിരി ഒരു കട്ടിയുള്ള മട്ടൻ്റെ പീസസ് ആയിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഒരു 5 വിസിൽ വരെ വന്നു. യൂഷ്വലി ഇത്രയും എടുക്കാറില്ല, ഒരു 2-3 വിസിൽ തന്നെ വേവുന്നതാണ്. ഈ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് വീണ്ടും പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചോറോ ചപ്പാത്തിയോ റൈസോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. സാധാരണ ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യത്യാസമുള്ളൊരു കൂട്ട്. ഒരു 3 വിസിൽ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ കറി റെഡി ടു സെർവ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. Until next video, bye bye.